അടുത്തതായിട്ട് ഒരു രസികൻ സ്കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീം കോമഡി കിങ്സ്. ഇത് ഉദയമല്ലടി, ഇതാണ് അസ്തമനം. പറയിപ്പിക്കരുത്. നീ എന്ന വെള്ളപ്പാറ്റ ഇങ്ങോട്ട് എന്ന് കെട്ടിയെടുത്തോ അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം. ഞാൻ ഇവിടെ തൊഴിലുറപ്പിന് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ വല്ലതും തിന്നും കുടിച്ച് കിടക്കുന്നു. അത് നീ പറയരുത്. ഈ തിന്നും കുടിച്ച കാര്യം നീ പറയരുത്. എനിക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ ഉണ്ടാക്കി തരാൻ വേണ്ടിട്ട് എത്ര കാലം കൊണ്ട് ഞാൻ പറയുന്നു. എടി എന്തെങ്കിലും ഒരു സാമ്പാർ ഒരാഴ്ച കൂടുതലായോ നീ അതുണ്ടാക്കി തന്നിട്ട്? പച്ചക്കറിക്കൊക്കെ എന്താ വില നിങ്ങൾക്കറിയാമോ? വെണ്ടയ്ക്കൊക്കെ 100 രൂപ, വഴുതളങ്ങയ്ക്ക് 70 രൂപ, കത്തിരിക്കൊക്കെ 50 രൂപ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീട്ടിലൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ്. നല്ല മാറ്റിരിക്കായിട്ടൊന്ന് ആഹാരം കഴിക്കണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടാ എന്റെ ഭഗവാനെ. സന്ധ്യ, നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിനകത്ത് മുണ്ട് മുറുക്കി കൊടുത്ത് കിടക്കുന്നത്. മുണ്ട് മുറുക്കി കൊടുത്ത് കിടക്കണോണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ മുണ്ട് ഒരിടത്തും നിങ്ങൾ ഒരിടത്തും കിടന്നേനെ. ഞാൻ എങ്ങനെയെങ്കിലും കിടന്നോളാം. പറഞ്ഞാട്ടാണ് ഇവള് ഭയങ്കര സൗന്ദര്യ റാണി. എന്ത് സംശയം ഉണ്ടാ? കല്യാണത്തിന് മുമ്പേ ഞാനും ഐശ്വര്യ റായും ഇരട്ട പെറ്റതാന്നാ നാട്ടുകാർ ചോദിച്ചോണ്ടിരുന്നത്. അതിപ്പോഴും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തോന്ന്? നിന്നെ ഏതോ പരട്ട പറ്റാണ്. അനാവശ്യം പറയരുത്. നേരം വെളുത്ത് അങ്ങ് ഇരുന്നോളും വാട്സപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട്. നിങ്ങളുടെ ഈ ശരീരം ഒന്ന് നന്നാക്കാൻ വേണ്ടി വല്ല ക്രിക്കറ്റാ ഫുട്ബോളോ ഒന്ന് കളിക്കാൻ പറ്റൂടെ മനുഷ്യ? നീ പറയുന്ന കളികളെല്ലാം ഞാൻ കളിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ കാണുന്നില്ലല്ലോ. നീ പോയതിനു ശേഷം മൊബൈലിൽ ഞാൻ ഗെയിം കളിക്കുന്നത്. ഇന്നലെ 5 ഗെയിം ജയിച്ചു. കണ്ടാണാ മൊബൈലില് ഗെയിം കളിച്ചെന്ന്? നേരം വെളുക്കുമ്പോ മൊബൈൽ എടുക്കും. ദാ ഈ തേപ്പാണ്. മൊബൈലിൽ തേച്ച് 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 ഈ വിരല് തേഞ്ഞ് മൊബൈൽ തേഞ്ഞു എന്റെ ജീവിതവും തേഞ്ഞു. എനിക്കിതാ കുടുംബശ്രീയിൽ അർജന്റ് മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ ഇന്ന് അവിടെ ചെന്നില്ലെങ്കിൽ എല്ലാം തകിടം മറിയും. ഞാൻ പോവുകയാണ്. നീ പോണ വഴിക്ക് നോക്കി പോണേ. തട്ടി വിടുന്ന ഇവിടെ നിന്ന് തകിടം മറിച്ച് കളയരുത്. ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊക്കെ പണിയായുധങ്ങളും കൊണ്ട് പൊടി പൊടി. ആ റേഷൻ കാർഡിലെ പേര് എന്ന് ആദ്യം വന്ന് അന്ന് തുടങ്ങിയ ഭരണമാണ്. നിർത്തി തരാൻ ഞാൻ. എന്റെ കഷ്ടകാലത്തിലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണ്. നീയാ? പിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല കേട്ടാ. സത്യം പറഞ്ഞ നീ തടിച്ച് കൊഴുത്ത് തുളുമ്പി ഒരു കോലം. കല്യാണം കഴിഞ്ഞാടാ ഇത്? കല്യാണം കഴിഞ്ഞില്ല. പിന്നെ നീണ്ട 8 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുകൂടെ ഒളിച്ചോ. ഞാൻ വിശ്വസിക്കൂല. സത്യമായിട്ട് ഞങ്ങൾ ഒളിച്ചോടി വരികയാണ്. എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കൂല ഞാൻ. എടാ, നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരുന്നെന്നോ ഓടിയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത് സംഭവം. നിങ്ങൾ ഒളിച്ചോടി വന്നത് ഒന്ന് ചേർന്ന് കുറച്ചുകൂടെ ചേർന്ന് തന്നെ ഒന്ന് ചിരിച്ച. എന്തൊരു കോമ്പിനേഷനടാ. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഞാൻ ഇവിടെ വീടിന്റെ അടുത്ത് പണിക്ക് വെച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഞാൻ ഇവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ താഴെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ ഞങ്ങള് കണ്ട് ഹൃദയങ്ങളൊക്കെ ഇങ്ങനെ കൈമാറി ഭയങ്കര പ്രണയമായിരുന്നു. അതന്നെ ഞാൻ അടിച്ചോണ്ടെങ്കിൽ പോന്നു. പിന്നെ മക്കളെ, നിന്റെ വീട്ടില് അച്ഛൻ ഉണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. ആങ്ങളെ ഇല്ല, എനിക്കൊരു അനിയത്തിയാണുള്ളത്. നിന്റെ സമയം കൊള്ളാം. ഇല്ലെങ്കിൽ അതിൽ തോട്ടി കൂടി വഴി നടക്കായിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ വയനാട്ടിലെ പത്തനംതിട്ടുള്ള കടലിൽ ചാടി ചത്തളയും. പിന്നെ സത്യം പിന്നല്ല. കൈകോട്, നീ ബുദ്ധിമതി, നീ മണ്ടൻ. എടാ, വയനാട്ടിലും പത്തനംതിട്ടൊന്നും കടലില്ലടാ മണ്ട. കൊള്ളാം, നല്ല കോമ്പിനേഷൻ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അതൊക്കെ പോട്ട്. എടാ, നിങ്ങളെ ഞാൻ ഏത് രീതിയിൽ സഹായിക്കണമെന്നാണ് പറയുന്നത്? അന്ന മുൻ ഞങ്ങളെ കല്യാണം നടത്തുന്നത്. നിന്റെ വീട്ടിലാരും സഹകരിക്കില്ല? ആരും സഹകരിക്കില്ല. നിന്റെ വീട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും നാട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും കൂട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും ശരി, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഞാൻ നിങ്ങളെ കല്യാണം നടത്തും. അവിടെ ആവുമ്പോ 365 ദിവസം പന്തലും ഉണ്ട്, ആൾക്കാരും ഉണ്ട്, പ്രൊട്ടക്ഷന് പോലീസും ഉണ്ട്. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്തൊരു ചെയ്തു? പിന്നല്ലാതെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, അണ്ണ വന്നു കഴിഞ്ഞാൽ അണ്ണ ഏത് രീതിയിൽ ഞങ്ങളെ സഹകരിക്കും. എന്റെ പേര് അറിയാമോ? ഇല്ല. പറഞ്ഞു കൊടുത്താ അങ്ങോട്ട്. അർജുൻ. നമ്മളെ വീട്ടുകാർ ചതിച്ചതാ. കളിച്ചു വളർന്ന് നമ്മൾ ഒരുമിച്ച് ബന്ധുക്കളാണ്. ഒരേ പേര്, ഒരേ പോലത്തെ പേര്, അർജുൻ എന്നുള്ള പേര്. പണ്ട് ഈ കുഞ്ഞിലെ എന്റെ അമ്മ, മോനെ അർജുന
എന്ന് എന്നെ വിളിക്കുമ്പോ ഈ ഭീമ ഓടി വരും. അല്ല ഇവന്റെ പേര് വർജനാണല്ലോ, മനസ്സിലായോ? അന്ന് മുതൽ ഇവ എന്ത് പ്രശ്നം ഉണ്ടാക്കണോ ആ പ്രശ്നങ്ങളെല്ലാം എന്റെ തലയിലാ വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ കൂടെ ഭയങ്കര അതെ, കൂട്ടായിരുന്നു. അതെ, അതെ. കൂട്ടാന്ന് പറഞ്ഞാ എന്റെ ഷർട്ട് അണ്ണ ഇടും, അതെ. അണ്ണന്റെ ഷർട്ട് ഞാൻ ഇടും, എന്റെ നിക്കർ അണ്ണ ഇടും, അണ്ണന്റെ നിക്കർ ഞാൻ ഇടൂല, അതെന്തോന്ന് ഞാൻ നിക്കർ ഇടൂല. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് പോട്ടെ, പറ നീ എന്നെ കൊണ്ട് പോയോ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ ഇവിടെ നിൽക്കട്ടെ, ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഇവളെ വിളിച്ചോണ്ട് പോവാം. ഓക്കെ, ഓക്കെ. ഒരു അരമണിക്കൂർ. ഓക്കെ, കുഴപ്പമില്ല, കുഴപ്പമില്ല. നമ്മളെ വീടാണ്, നമ്മളെ അണ്ണനാണ്, അതെ, അതെ, അതെ. ഒരു കുഴപ്പമില്ല എനിക്ക്. അപ്പൊ അർജുന, ഈ ഒരു അർജുന ഇവിടെ വിഷമിച്ചിരിക്കാണ്, പെട്ടെന്ന് വരണേ മക്കളെ. ഈ ഒരു അർജുനൻ രണ്ട് കൽപ്പിച്ച് പോണോ പോക്കാണ്. ഞാൻ ഉണ്ട് കൂടെ, ഓക്കേ. പെട്ടെന്ന് വരണേ. അപ്പൊ മക്കളെ, നിനക്ക് വീട്ടില് വേറെ വിഷയം സങ്കടം വിഷമൊന്നും ഇല്ലല്ലോ? അയ്യോ ഒന്നുമില്ല, സന്തോഷമാണ്. സന്തോഷാണ്. തന്നെയല്ല, എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷാ. ഇന്ന് എന്റെ പിറന്നാളും കൂടെയാ, മാർച്ച് 10. ഓ, മാർച്ച് 10. ഈ മാർച്ച് 10 എന്ന് പറയുമ്പോ ഏത് വർഷം വരും? അയ്യോ അങ്ങനെയൊന്നുമില്ല, എല്ലാ മാർച്ച് 10 എന്റെ പിറന്നാൾ തന്നെയാണ്. കറക്റ്റ് ആണ്, പറ്റിയ ആള് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ചെയ്യും മക്കള്, ഇനി വാ, ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്ക് അകത്തോട്ട് വല്ലതും ചെന്നിരിക്കാം. ബാ. അയ്യോ അതെന്തിന്? അയ്യാ, അതല്ല സംഭവം. എന്തോ ആ വരുന്ന കണ്ട, അത് മഹാവൃത്തികെട്ടവനാണ്, എന്റെ അളിയനാണ്. ഇവൻ നിന്നെ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പലതും പറഞ്ഞ് പരദൂഷണം പറഞ്ഞുണ്ടാക്കും, നാറ്റിക്കും, പിന്നെ വെളിയിറങ്ങി നടക്കാൻ പറ്റത്തില്ല. മറ്റോ അർജുനൻ വരുമ്പോൾ വിഷയമോ. ഒരു കാര്യം ചെയ്യും, അല്ലെ നീ മാത്രം അകത്ത് പോ, അങ്ങോട്ട് പോ, ആ വാതിൽ തുറന്ന് അകത്തിരുന്നോ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഓട്ടിച്ചോളാം. ശരി, ശരിയാണ്. പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തങ്കെട്ടവൻ, കുരുത്തങ്കെട്ടവൻ. പിന്നീട് അളിയാ എടപ്പോള് ഇല്ല, ഞാൻ വെറുതെ വന്നത്. അളിയാ, എന്തൊരു കള്ളത്തരം രാവിലെ. സ്ഥിരം പരിപാടിയാണല്ലോ, എന്ത് കണ്ടാലും സംശയം. ഒരു കള്ളത്തരമില്ല. ഇല്ല ഇല്ല, എന്തോ അളിയ മറയ്ക്കുന്നുണ്ട്. ഒന്നും മറയ്ക്കില്ലേ, ഒരു വിഷയം ഇല്ലാന്ന്. ഇല്ലെങ്കിൽ പിന്നെ പത്രത്തിന് തല തിരിച്ചു വരച്ച് വായിക്കണത്. അത് ഈ ക്രിക്കറ്റ് കളിയിലെ പടം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ ആവും നോക്കണേ. ഇല്ല ഇല്ല ഇല്ല, എനിക്കറിയാം അളിയ എന്തോ വിളിക്കുന്നുണ്ട്. ഇല്ല, ഒരു കള്ളമില്ല, സത്യമായിട്ട് ഒരു കള്ളത്തരമില്ല. ഇല്ലേ? ഇല്ലാന്ന്, സത്യം ഇല്ല. ചേച്ചിയോടെ എന്റെ ചേച്ചിയോടെ പോയി. അവള് പരസ്പര സഹായ സംഘത്തിന്റെ പണിക്ക് വേണ്ടിട്ട് രാവിലെ തുറപ്പേ ചൂലൊക്കെ എടുത്തോണ്ട് പോയി. ഛേ, സത്യം ഇവിടെ ചേച്ചി ഇല്ല. ഇപ്പൊ ഇവിടെ ഇരിക്കണ ഞാൻ കണ്ടല്ല. നിന്റെ കണ്ണ കുത്തി പൊട്ടി, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു ചേച്ചി ഇല്ല. താഴെ റോഡിൽ നോക്കിയപ്പോ കണ്ട് ചേച്ചി ഇവിടെ ഇരിക്കണത്. ഇവിടെ ഇല്ല, സത്യമായിട്ട് ഇല്ല. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ചേച്ചി ഇല്ല. ഇല്ല, അവള് പോയി, രാവിലെ പോയി. എനിക്ക് വെള്ളം വേണം, ഞാൻ വെള്ളം. വെള്ളം കുടിക്കാൻ പറ്റൂല. ഏ? അത് കിണറ്റില് എലി എത്തി കിടക്കും. ഒരു പൂച്ചയെ പിടിച്ച് കണ്ടിടാത്ത എന്തായിരുന്നു? അതിനേക്കാളും അതിനകത്ത് കുറച്ച് എലി വിഷം കലക്കണല്ലേ നല്ലത്. എനിക്ക് വിശക്കണ്ട്, ചേച്ചി ഒരാഴ്ച കൊണ്ട് നമ്മൾ പട്ടിണിയടാ. വീട്ടിൽ ആഹാരം പാചകം ചെയ്യണമൊന്നുമില്ല, എല്ലാം പുറത്തുനിന്ന് അവള് വാങ്ങിച്ചോണ്ട് വരും, അങ്ങനെയാണ് കഴിക്കുന്നത്. ഇല്ല, എന്തോ കള്ളത്തരമുണ്ട്. ഇല്ല, അളിയന്റെ വീട്ടിനകത്ത് കയറ്റാത്തത്. ഞാൻ അതുവഴി കയറി വരുമ്പോ ഇവിടെ ഒരു പെണ്ണിരിക്കുന്നത് ഞാൻ കണ്ടളിയാ. ഇല്ല. അളിയ എന്റെ ചേച്ചിയെ ചതിക്കാൻ നോക്കിയാ അളിയാ. ഇപ്പൊ നീ പെണ്ണിരിക്കണ കണ്ട, ഒരു സാരിയെ കൊടുത്ത്, ഒരു പൊക്കം പറഞ്ഞിട്ട്, ഒരു തടിച്ചിട്ട്, അങ്ങനെ വഴിക്കുവാ. ഇനിയിപ്പോ എന്തായാലും ഞാൻ സത്യം പറയാൻ പോകും. ഞാൻ പൊക്കിയത് കണ്ടാ കറക്റ്റാ പറഞ്ഞോ. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. 15 വർഷം മുമ്പ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പെണ്ണ് തൂങ്ങി മരിച്ചു. സത്യം. പക്ഷെ അത് എല്ലാവരുടെ കണ്ണിലും കാണില്ല, ദുഷ്ട മനസ്സുള്ളവരെ കണ്ണിലെ കാണും. എന്തായാലും നിന്റെ മനസ്സിൽ കണ്ട സ്ഥിതിക്ക് നിന്റെ കാര്യം പോക്കാണ്, കട്ടപ്പോക തീർന്ന. അവള് കൊല്ലും നിന്നെ. ഇല്ല, എനിക്ക് അങ്ങനെ പ്രായത്തിനൊന്നും വിശ്വാസമില്ലെങ്കിൽ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എന്തായാലും എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് പേടിയില്ല. നിന്റെ കണ്ണിൽ കണ്ട സ്ഥിതിക്ക് എന്തായാലും അവളെ നിന്നെ എടുത്തിട്ടുണ്ട്, അവളെ എടുത്തോളും നിന്നെ. പിന്നെ ഇവിടെ ഇരിക്കുക നിൽക്കുക കിടക്കുക എന്തോ ചെയ്തോ. ഞാനൊന്ന് കുളിക്കാൻ പോവേണ്. ഇതൊക്കെ നമ്മളെ വേറെ കണ്ടിട്ടുള്ള വേറെ ഭൂതവും പ്രാതവും നമ്മളെ വരികല്. അളിയൻ പറഞ്ഞ ശരിയെത്തി നോക്കാം. അളിയ എന്നെ തേക്കാൻ നോക്കണ്ട, എനിക്കൊന്നും പേടിയില്ല. ഇവിടെ 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 ആരോ നിൽക്കണ ഞാൻ കണ്ടല്ലോ. അളിയൻ പറഞ്ഞ ശരിയല്ലേ, അളിയൻ പറഞ്ഞ ശരിയല്ല, പ്രാതമുണ്ട്. ചേച്ചി വരട്ടെ, എന്നെ ഒന്നും ചെയ്യല്ലേ. ചേച്ചി വരും, നിന്നെ തളക്കണം. എന്റെ ചേച്ചി വരണം, ചേച്ചി വന്ന് നിന്നെ തളയ്ക്കും. പോയാ പോയാ ഞാൻ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. എന്റെ അഭിനയം സൂപ്പർ, ഞാൻ സമ്മതിച്ചു. താങ്ക് യു. അപ്പോഴേ നീ ഇവിടെ വന്നത് കൊണ്ട് ഇവിടെ യാതൊരു വിഷയമില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതൊക്കെ ഓക്കെ അല്ലോ. അപ്പൊ മക്കളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരി. അർജുന ഇപ്പൊ വരും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ധൈര്യമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പ്രണയ വിവാഹം കലാപം. എന്തോന്ന് കലാപം? ഹലോ. ഹലോ. എന്ത്
ആര്? നിങ്ങളാര്? ഞാരെന്ന് ഞാൻ പറയാം. നീ ആര്? ഞാൻ അർജുനേട്ടന്റെ പെണ്ണ്. മനസ്സിലായില്ല. ഞാൻ 8 വർഷമായിട്ട് അർജുനേട്ടനെ സ്നേഹിക്കുന്ന കാമുകി. ഇന്നാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്റെ ഭഗവാനേ! അയ്യോ, അയ്യോ, അയ്യോ! ഈ കാലമാണ് ഇത്രയും നാളും എന്നെ ചതിക്കുകയായിരുന്നു. എന്റെ ഭഗവാനേ! അയ്യോ, അയ്യോ, സാമ്പാർ വെക്കാൻ മലക്കറി വാങ്ങിക്കാൻ പോയതാണ്. അയ്യോ, അതെ, അതെ, അതെ. ഹലോ, 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 അവിടെ നിന്ന് ഇവിടെ കിടന്ന് അലമുറയിടുന്നു. നിങ്ങളാര്? എടി, 8 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ. ഇയാള് ഭാര്യ മക്കളും ഉള്ള ഒരാളായിരുന്ന കാലമാണ്. നിർത്ത്. നീ ആര്? അർജുനന്റെ പെണ്ണെന്നല്ലേ പറഞ്ഞത്? എന്നാലേ ഞാൻ അർജുനന്റെ ഭാര്യയാണടി. അപ്പൊ എനിക്കാണടി മുൻതൂക്കം. നീ ഇനി നിർത്ത്. ഞാൻ പറയാം. അയ്യോ, 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 എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ, സഹിക്കാൻ വയ്യ. അയ്യോ, 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 പോടി. നിർത്തിക്കേ. നിങ്ങൾ 8 വർഷമായിട്ട് അർജുനന്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ടല്ലോ. ഞാനും 8 വർഷമായിട്ട് അയാളുടെ കൂടെയാണ്, അയാളുടെ കാമുകിയായിട്ട്. അതുകൊണ്ട് എനിക്കും ഉണ്ട് അവകാശം കരാനായിട്ട്. എന്താണ് ഇവിടെ കിടന്ന് പാടാം? എന്താ മനുഷ്യരെ കുളിക്കാൻ സമ്മതിക്കാതെ? എന്താ പ്രശ്നം? എന്താ അവിടെ? എന്താണ് അയ്യോ, ഞാൻ നേരിട്ട് കണ്ടേ. ഞാൻ ഇതിനപ്പുറം ഇനി എന്തൊരു കാണാതിരിക്കണ എന്റെ ഭഗവാനെ. അയ്യോ, എനിക്കത് കാണാൻ വയ്യേ. അയ്യോ, സന്ധ്യ, ഞാൻ പറയുന്നെന്ന് കേക്ക്. എന്ത് സംഭവം? സത്യത്തിൽ എന്താണ് നിന്റെ വിഷയം? എന്താണ് അത് പറ. ഇതാര്? ഇതെന്റെ ബന്ധത്തിൽ നിനക്ക് മറ്റേ മനസ്സിലായില്ലേ? അയ്യോ, നിങ്ങളെ ബന്ധോ? നിങ്ങളെ ബന്ധത്തിലെ പെണ്ണ? അയ്യോ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ എന്റെ പൊന്നേ. ഈ സ്ത്രീ പറയുവാണ് ഇവര് അർജുനന്റെ ഭാര്യയാണെന്ന്. ശരിയാണോ അണ്ണ? ഓ സത്യം, അമ്മ തന്നെ. എന്റെ ദൈവമേ, അപ്പൊ ഞാൻ കേട്ടത് ശരിയാണോ? അയ്യോ, അയാൾ കെട്ടിയ എന്റെ ഈശ്വരാ. അയ്യോ, അയ്യോ, അയ്യോ. എന്റെ പൊന്നു സന്ധ്യ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കുന്നില്ല. ഈശ്വരാ, ഇത് എങ്ങനെ ഞാൻ വിശ്വസിപ്പിക്കും? എടി, ഈ അർജുനൻ ഞാൻ കാര്യം നിനക്ക് മനസ്സിലായി? എടാ അളിയാ, എടാ, ഒന്ന് പറഞ്ഞു പൊന്നു മനസ്സിലായി. മക്കളെ, നമ്മള് നല്ല കുടുംബത്തിൽ പറഞ്ഞതല്ലേ നമുക്ക്? ഇയാളെ രഹസ്യ കാമുകിയുടെ നമുക്ക് ഈ പെണ്ണ് ഇതാ ഇയാളെ രഹസ്യ കാമുകിയുടെ. പൊന്നു ചേച്ചി, ഇത് പെണ്ണൊന്നുമല്ല, യക്ഷിയാണ്, യക്ഷി. എന്റെ പൊന്നളിയാ, നിർത്ത്. ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. വാടാ വരണം കണ്ട. ഇവനാണ് ഇതിന് മൊത്തം ആള് ശരിയല്ലെന്ന് ചേച്ചി. നീ വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു നീ എന്തെങ്കിലും എന്റെ തലയിൽ കൊണ്ടൊന്ന് കുരിശുണ്ടാക്കിയിടുമെന്ന്. പ്രശ്നം തരും. എടാ മോനെ, ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് ഇങ്ങനെ ഈ പെണ്ണും കൂടെ അകത്ത് കയറി. അയ്യോ, നിങ്ങളുടെ കോലം കണ്ടാടാ? നിങ്ങളെ വിശ്വാസമല്ല ഞാൻ ഇവിടെ കൊണ്ടാക്കിയത്. ഇതൊരു മാതിരി മറ്റേടത്താണ് പാടായി പോയേട്ടാ. എന്റെ പൊന്നപ്പി, അങ്ങനല്ല. നീയും കൂടെ വന്ന് ഇങ്ങനെയായ ഇതല്ല സത്യം. ഒന്ന് ചേട്ടാ പൂട്ടാ പോടി. 8 വർഷം കന്യാ പൊരുളാതുകൊണ്ട് നടന്നതല്ലേ? അളിയാ, ഇത് ശരിയായില്ല അളിയാ. അളിയനെ നമ്മൾ അങ്ങനെയല്ല അളിയാ കണ്ടത്. സന്ധ്യ, ഞാൻ ഇനി 5 മിനിറ്റ് മാറി നിന്നപ്പോ നിനക്ക് അവനോട് നമുക്കിനി ഇവിടുന്ന് കാര്യം പറയട്ടാ. എന്റെ പൊന്നപ്പോ, ഇതെന്തൊരു കഷ്ടം. എടാ, നീയാണ് ഇതിന് മൊത്തം കാരണക്കാരൻ. ഞാനാ? നീയാണ് കാരണക്കാരൻ. ഞാൻ എന്തിന്? ഇങ്ങോട്ട് നീങ്ങിക്കടി. നീയാണ് ഈ വിഷയം മൊത്തം ഉണ്ടാക്കിയത്. ഈ നിൽക്കുന്ന ആരെന്നറിയാടി? അർജുനൻ. നമ്മളെ ബന്ധു തന്നല്ല. ഞാൻ ആരടി? എന്റെ അർജുനേട്ടൻ. നിന്റെ ആരടി ഇത്? ഇത് എന്റെ അർജുനേട്ടൻ. മനസ്സിലായ? വല്ലതും മനസ്സിലായ? നിനക്കൊന്നും മനസ്സിലാകത്തില്ല. എടി, ഈ നമ്മളെ ബന്ധു അർജുനൻ 8 വർഷം പ്രേമിച്ച് വിളിച്ചോണ്ട് വന്ന പെണ്ണായത്. നീ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം ഇരുത്തിയിരുന്നിട്ട് അവൻ വീട്ടിൽ പോയി പ്രശ്നം സോൾവ് ചെയ്യാൻ പോയതിന്റെ ഇടയ്ക്ക് നീ വന്നിട്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മോശമായി പോയി സന്ധ്യ. അയ്യോ ചേട്ടാ, മോശമായി പോയി. നമ്മൾ പിന്നെ പെണ്ണുങ്ങളല്ലേ ചേട്ടാ. ചേച്ചി അപ്പഴേ പറഞ്ഞ അളി അങ്ങനെയൊന്നും ചെയ്യൂല എന്നുള്ളത്. അണ്ണൻ എന്റെ ചേട്ടാ, എന്നോട് ക്ഷമിക്കണം ചേട്ടാ. എന്നാലും എന്നെ എല്ലാ അവസാനം ഇങ്ങനെ മതി. മക്കളെ, നീ കൂടുതൽ കരഞ്ഞ് തളന്നൊക്കെ നിൽക്കുകയല്ലേ? അകത്ത് വാ, വെള്ളം തരാം. വാ ചേച്ചി, ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. ശരിക്കും കൂടി എന്തെങ്കിലും. അങ്ങനെ 3 പെണ്ണുങ്ങളും കൂടെ പണണ്ട ഒരു കോമ്പിനേഷൻ. ഒരു കാര്യം പറയണ്ട. നീ എന്റെ ഷർട്ട് ഇടുമെന്നൊക്കെ പറഞ്ഞു ഒരു ചർച്ചയില്ലാത്ത വർത്താനം പറഞ്ഞു വന്നിട്ട് ശരിയാവില്ല. പോടെ, എല്ലാ ചുമ്മാ
ഇല്ല നല്ല സുഖമായിരുന്നു. ഇത് പേരിന്റെ ഒരു ചെറിയ പ്രശ്നമല്ലേ ഉള്ളണ. പേരന്റെ കാര്യം നീ മിണ്ടി പോകരുത്. എന്ത്? ഇന്നത്തോടെ സന്ധ്യ SLC ബുക്കും തിരിച്ചറി കാർട്ടും എല്ലാ രേഖകളും എല്ലാം ഇടും. ഞാൻ ഗസറ്റ് ഓഫീസിൽ പോകും. എന്തിന്? ഇന്ന് തന്നെ എന്റെ പേര് മാറ്റാമോ? പുതിയ പേരത്തിന് ശശി. അതാണല്ലോ ഞാൻ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവായിട്ട് ഞാൻ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. പേരങ്ങ് മാറ്റും. എന്തിനാലും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയി. എന്നെ മനസ്സിലായോ ഏട്ടാ? നന്നായി ഓർത്ത് നോക്ക്. എടേ നമ്മളെ കിളിമാനിയുടെ രമണി കുഞ്ഞമ്മേരെ മോളാണ്. ശ്രുതി. ആ ശ്രുതി. നീ അങ്ങ് വളർന്ന് ഇവള് മറ്റേ അവിടെ ഗൾഫിലും മറ്റേ നേഴ്സിംഗ് പഠിക്കാൻ പോയതാണ്. അവിടെ ചെന്ന് പഠിത്തം പൂർത്തിയാവണതിന് മുമ്പ് അവിടുത്തെ ഒരാളെ കൂടെ പഠിച്ചിരുന്ന ആളെ വിവാഹം കഴിച്ച് ഇന്ന് ആദ്യമായിട്ട് നാട്ടിൽ പറഞ്ഞാണ്. നമസ്കാരം. പിന്നെ അവളകത്തുണ്ട് സന്ധ്യ. ചേച്ചി അകത്തുണ്ടോ? അകത്തുണ്ട്. ഓക്കെ ഞാൻ കണ്ടിട്ട് വരാം. നീ അവിടെ ചെന്നിട്ട് രമണിയൊക്കെ എന്റെ മോളാണെന്ന് പറയരുത്. ഇല്ല പറയില്ല. അവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരിക്കും. ഇന്ന് ഞെട്ടും, സന്ധ്യ ഞെട്ടും. ഒരുപാട് എടുത്തോട്ട് നടന്നതാണ്. ഭയങ്കര കൂട്ടല്ലായിരുന്നു മോളെ നാട്ടിൽ. ഇതാ മക്കളെ വാടാ ഇരിയടാ. മലയാളത്തിൽ പറഞ്ഞോ. ഇനി മുതൽ നീ നമ്മളെ ബന്ധുവാണ്. ഇരിയോടെ പട്ടി ആര് ചേച്ചി ഇത്? ഓസ്ട്രേലിയൻ. നിന്റെ പേരെന്താടി? ഇതാ ചേച്ചി. ഇതാര്? ആരെണ്ണേ? ആര് ഭാര്യ? ഞാൻ അർജുനന്റെ ഭാര്യ. അയ്യോ നീ എങ്ങനെ അർജുനന്റെ ഭാര്യ ആവണത്? അപ്പൊ ഞാൻ അല്ലേ അർജുനന്റെ ഭാര്യ? ഞാനല്ലേ അർജുനന്റെ ഭാര്യ? ഈയെടി. അയ്യടാ, ഞാനല്ലേ അർജുനന്റെ ഭാര്യ? അങ്ങനെ പറഞ്ഞത് അകത്ത് മുട്ടാൻ കലിപ്പ്. ഞാൻ പറഞ്ഞില്ല ഞാൻ അർജുനന്റെ ഭാര്യയെന്ന്. അപ്പൊ വഴക്ക് നിർത്തില്ല. ഇപ്പൊ ഒരു പെണ്ണ് കയറി വന്നില്ലേ, അതിന്റെ പേരും പറഞ്ഞ് ഭയങ്കര വഴക്ക്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. എന്താണ് നിന്റെ പേര്? അർജുനൻ. ഇനി ഓടിക്കോ.